ഹേയ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ഓഗസ്റ്റ് മാസത്തിലെ ഇസ്ലാമിക് പ്ലാനർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇതിന് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ തീം ആൻഡ് ജെന്ന എന്ന ക്യാപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്ത ഒരു മിനി പ്രിൻ്ററാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കിട്ടുക. അത് നമുക്ക് വരച്ചെടുത്താലും മതി കേട്ടോ. ഇതുപോലെ പ്രിൻ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കളർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ പെന്ന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എഴുതി കൊടുത്താൽ മതി. ഇതുപോലെ ചിത്രങ്ങൾ വരണമെന്നോ കളർ അടിക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധമുള്ള കേസല്ല. പിന്നെ ഇത് ഓഗസ്റ്റ് മാസത്തിലായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് എന്ന് ഒരു പേജിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. വെറും ഓഗസ്റ്റ് അല്ല, ഹലോ ഓഗസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേജ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് ബോർഡർ ചെയ്തതിന് ശേഷമാണ് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മാർക്കർ വെച്ചിട്ട് അതിന് കളറും കൊടുത്തു. പിന്നെ ഞാൻ ബട്ടർഫ്ലൈൻ്റെ പിക്ചറും ഞാൻ പ്രിൻ്റിൽ നിന്നാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേജ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് എടുത്തതാണ്. ഒരു തസ്ബീഹ്, നമ്മൾ മണി തസ്ബീഹ് എന്നൊക്കെ പറയും, അത് കയ്യിലിങ്ങനെ മണി തസ്ബീഹ് പിടിക്കുന്ന രീതിയിൽ ഒരു പിക്ചർ വെച്ചിട്ട് ഒരായത്തില്ലേ ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്നുള്ളത്, അത് സ്വബറിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കണം എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അതും അതിൻ്റെ അർത്ഥവും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഹാബിറ്റ് ട്രാക്കറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ആക്കുന്നില്ല. അതിനൊക്കെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട്സ് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ ഇസ്ലാമിക് കാര്യങ്ങൾ മാത്രമായിട്ടുള്ളതാണ് ആഡ് ആക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ തന്നെ ആഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു ബുക്കിൽ തന്നെ എല്ലാം നടക്കും. എനിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഓരോ മാസവും ഹത്തം തീർക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഓരോ കള്ളി, അതായത് 30 ജ്യൂസിന് 30 കള്ളി വരച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ഓരോ ജ്യൂസും ഓതിയാലും നമുക്ക് ടിക്കറ്റ് പോകാൻ പറ്റും. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. അതായത് അസ്തഗ്ഫിറുല്ലാഹ്, അത് നമ്മൾ ചെയ്തു പോയ തെറ്റിന് എല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ പൊറുക്കലിനെ തേടുക. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരത്തിനെ പറ്റിയിട്ടാണ് അടുത്ത ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒരു കോട്ട് നമ്മൾ അവിടെ എഴുതാണ് സലാനെ പറ്റിയിട്ട്, നമ്മൾ ജസ്റ്റ് ഒരു കോട്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരത്തിൻ്റെ ട്രാക്കറാണ് പിന്നെ സെറ്റാക്കിയിട്ടുള്ളത്. അതിൽ ഞാൻ 5 വക്ത് നിസ്കാരങ്ങളും അതുപോലെ തന്നെ ലുഹയും തഹജ്ജുദും കൂടെ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അടയാളപ്പെടുത്തുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ടിക്ക് മാർക്ക് ഇടും. നമ്മൾ നിസ്കരിക്കാൻ എന്തെങ്കിലും കാരണവശാൽ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇൻറ്റു മാർക്ക് ഇടും. അഥവാ പീരീഡ്സ് ആണെങ്കിൽ ഞാൻ 0 ആണ് ഇടാറുള്ളത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓരോ നിസ്കാരത്തിന് ഓരോ സൂറത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഞാൻ അങ്ങനെയാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, അതിൻ്റെ ഒക്കെ അസ്തഗ്ഫിറുല്ലാഹിൻ്റെ ഫോർ മൈ പാസ്റ്റ് എന്നുള്ളത് പറഞ്ഞു, പൊറുക്കലിനെ തേടൽ. പിന്നെ ഉള്ളത് അൽഹംദുലില്ലാ, അത് ഫോർ മൈ പ്രസൻറ്റ്, എൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അൽഹംദുലില്ലാ പറയുക എന്നതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതിന് ഈ ഒരു പേജിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ എണ്ണം വെച്ചിട്ട് ചെയ്യുന്നത് ആയത്തുൽ കുർസി, ഇഹ്ലാസ്, അതുപോലെ നാസ്, സൂറത്തുൽ ഫലക്ക്. ഈ ഒരു സൂറത്തൊക്കെ ഞാൻ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യവും ബാക്കി 3 പ്രാവശ്യമാണ് ചൊല്ലാറുള്ളത്. പിന്നെ എഴുതിയിട്ടുള്ളത് അസ്തഗ്ഫിറുല്ലാഹ് സ്വലാത്തും, അത് രണ്ടും 500 വട്ടം വെച്ചിട്ടാണ് ഞാൻ ചൊല്ലാറുള്ളത്. അതിനുശേഷം എഴുതിയിട്ടുള്ളത് അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് 3ഉം 100 വട്ടവുമാണ് ചൊല്ലാറുള്ളത്. പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്ന 2 ഹദീസുകളുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇനി ഞാൻ ഇൻഷാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് എന്നുള്ളത് നമ്മളിനി ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് എന്ന രീതിയിൽ ഇതാക്കിയിട്ടുള്ളത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൽ ഒരു മാസത്തിലെ ദിവസങ്ങൾ മുഴുവൻ എഴുതി വെച്ചു, 1 മുതൽ 31 വരെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുന്ന സമയത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു മാസം എത്ര നോമ്പുകൾ എടുത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മൾ ഏത് തീയതിയാണോ എടുക്കുന്നത് അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇപ്പം ചെയ്തതും ഞാൻ
സ്റ്റിക്കി നോട്ട് കീറിയിട്ട് പീസാക്കിയതാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തുകളെ പറ്റി പറയാന്നുള്ളത്. നിസ്കാര ശേഷം ഓരോ സൂറത്ത് വെച്ച് ചൊല്ലുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ. പിന്നെ ഞാൻ കോളം വരച്ചിട്ട് 1 മുതൽ 31 വരെ ഉള്ള തീയതികളാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതും നേരത്തെ നിസ്കാരത്തിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഖുർആൻ ഓതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓതി കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ഇടുക. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇൻഡു മാർക്ക് ഇടുക. പീരിയഡ്സിന്റെ സമയമാണെങ്കിൽ നമ്മൾ 0 ഇടുക. പിന്നെ ഞാൻ പ്രിന്ററിൽ നിന്നെടുത്ത സ്റ്റിക്കേഴ്സ് പോലെ ചെയ്തിട്ട് ഞാൻ ഓരോന്നിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിസ്കാരത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള പിക്ചേഴ്സ് ഏടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പിക്ചേഴ്സ് ഞാൻ ഏടാക്കിയിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليل وقد كان بالسقم دهرا